ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ലബൂബുവിനെ ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മുടെ ലബൂബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലബൂബ് ഇവിടെ ഫുൾ ഒറ്റയ്ക്കിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലബൂബിന് ബോറടിച്ച് കാണും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയത് ലബൂബിനൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. അപ്പം നമ്മുടെ ലബൂബിനൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കാനാണ് കേട്ടോ ഇന്ന് പോണത്. അതിനാദ്യം തന്നെ നമ്മളൊരു എയർ ഫ്രൈ ഷീറ്റ് എടുക്കുക, മടക്കുക, പിന്നെ നമ്മുടെ ആ ഫ്രണ്ടിനൊന്ന് വരച്ച് കൊടുക്കുക. ഞാനിവിടെ കുറോമിയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അപ്പോൾ കുറോമിൻ്റെ ഫേസൊക്കെ ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അങ്ങനെ കളർ ചെയ്യാൻ പോയപ്പോഴാട്ടെ എനിക്കൊരു പണി കിട്ടിയത്. എന്താണെന്നല്ലേ, കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്കും പിങ്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കൂടുതലും ബ്ലാക്കും പിങ്കും ഒക്കെ ആയിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബ്ലാക്കും പിങ്കും എടുത്തു. അങ്ങനെ എടുത്ത് കളർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ബ്ലാക്ക് കളറ് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. പിന്നെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പർപ്പിളും പിങ്കും ആയിരുന്നു. പിന്നെ ഇങ്ങനെ പർപ്പിൾ എടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പർപ്പിളും നമുക്ക് പണി തന്നിരിക്കുകയാണ്. ഒട്ടും വരുന്നില്ല എന്നല്ല, ബ്ലാക്കിൻ്റെ അത്രയ്ക്ക് വരുന്നില്ല എന്നല്ല, കുറച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കെച്ച് കളർ വരാതിരുന്ന വെള്ളത്തിൽ മുക്കി അടിക്കണ സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഞാൻ വെള്ളത്തിൽ മുക്കുക, കളർ ചെയ്യുക, അങ്ങനെ മൊത്തത്തിൽ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ നമുക്ക് ഈ ബ്ലാക്കും പർപ്പിളൊക്കെ കളറ് വരാതായെങ്കിലും ഞാൻ പിങ്ക് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. പിങ്ക് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓവറായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. റെഡ് കളർ പോലെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ലബൂബ് സുന്ദരിയായിട്ടുണ്ട്. നമ്മുടെ കുറോമി സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഷേപ്പിൽ. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് 2 പീസ് കിട്ടും. ഇനി നമുക്ക് ഈ 2 പീസ് കിട്ടിയിട്ടുണ്ടല്ലോ, ഇതിന് രണ്ടിനെയും ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം. ഇതൊരു സ്ക്വിഷിയാണോ ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ടേപ്പൊന്നും ഒട്ടിച്ചു കൊടുക്കണില്ല കേട്ടോ. അതിൻ്റെ സൈഡ് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ലബൂബ് ഉണ്ടാക്കിയ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോകണമെന്ന്. അത് അറിയാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഞാൻ ഷോർട്സ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം കാണാത്തവരാണെങ്കിൽ വേഗം പോയി കണ്ടുപോയിക്കോളൂ. അപ്പോൾ ഇതാ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത് റൗണ്ട് ഷേപ്പാണല്ലോ, ഇതിങ്ങനെ ടേപ്പ് പൊങ്ങി നിൽക്കും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഒട്ടിക്കുക, കട്ട് ചെയ്യുക, പിന്നെ അതിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് മടക്കി വേണം ഒട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്ര നേരം വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ, എന്നാൽ പോയി ലൈക്ക് ചെയ്തോ കേട്ടോ. ഒരു പാവപ്പെട്ടവനെ സഹായിക്കാമെന്ന് കരുതിയാൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യണേ. അപ്പം നമ്മൾ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എന്താ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പൊങ്ങി നിൽക്കും. കാണുന്നുണ്ടോയെന്നറിയില്ല, നിങ്ങൾ ഇതിൽ കാണുന്നില്ലെങ്കിൽ ഞാൻ ക്യാമറയിൽ കാണുന്നതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇതുപോലെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ലബൂബിൻ്റെ വീഡിയോയിൽ പോയി നോക്കാൻ ഞാൻ നന്നായി ക്ലിയറായി കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പൊങ്ങി നിൽക്കണ ഭാഗം. ഇത് റൗണ്ടായി വളച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടില്ല, പകുതിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളിതിന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. ആ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഓരോന്നായിട്ട് മടക്കി കൊടുക്കുക. ഞാൻ ഒരുപാട് ചെറുതായിട്ട് മുറിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്പേസൊക്കെ വിട്ട് മുറിക്കാം. മടക്കാൻ പറ്റുന്ന ഭാഗത്തിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടേപ്പ് വെച്ച് ഒട്ടിക്കാം കേട്ടോ, ഫുൾ ഫേസ് ഫുള്ള്. ഇപ്പോൾ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടാവും. ഞാൻ പക്ഷേ എൻ്റെ ഒരു ചെറിയ ടേപ്പാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഭയങ്കരമായി റിസ്ക് എടുക്കാനൊന്നുമില്ല. നമ്മൾ ലബൂബ് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ഞി യൂസ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പം നമ്മൾ ആദ്യം അതിനൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. ആ കാണിച്ച സ്പേസിൽ മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. കാരണം അതിനുള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം,
വഴിയെ കാണാം. അപ്പോൾ ഇതുപോലെ ചുറ്റും ഒട്ടിച്ചു കേട്ടോ. പക്ഷേ ഇതാ ഒരു ചെറിയൊരു സൈഡ് മാത്രം നമ്മൾ സ്പേസ് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറേ കാണിക്കാം കേട്ടോ. പക്ഷേ ഇത് ഹോള് കുറച്ച് കുറഞ്ഞു പോയി. ഇനി നമുക്കിതിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ഞി ഉപയോഗിക്കണമെങ്കിലല്ലോ. അപ്പോൾ അതിൻ്റെ പകരം നമ്മളിങ്ങനെ പേപ്പർ ഇങ്ങനെ മടക്കി കട്ട് ചെയ്ത് കുഴച്ച് ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ കുറോമീൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണം. അത് നിറയ്ക്കാൻ വേണ്ടി നോക്കണ സമയത്തായിരുന്നു അതിൻ്റെ ഹോള് ഒരുപാട് ചെറുതായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഹോള് വലുതാക്കി. എന്നിട്ട് ഞാനിപ്പോൾ സ്കെച്ച് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് ഓരോന്ന് കുത്തി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെവി ഉണ്ടല്ലോ, അപ്പോൾ ചെവിയുടെ ഉള്ളിലേക്ക് കൊണ്ട് നമ്മുടെ പേപ്പർ എത്തിക്കണമല്ലോ. അപ്പോൾ കുറച്ചിട്ടിട്ടാണ് കേട്ടോ ആക്കാൻ. ഞാനിപ്പോൾ ഒന്നായിട്ട് ഇട്ടു. എന്നിട്ട് ആ സ്കെച്ചിൻ്റെ ബാക്ക് വെച്ചിട്ടോ, സ്കെച്ചിൻ്റെ ബാക്ക് ഫ്രണ്ടൊന്നുമില്ല, എന്തെങ്കിലും കോലാണെങ്കിലും മതി, ഒരു പെന്നാണെങ്കിലും മതി, എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് നിറയ്ക്കുക, ചെവിയുടെ ഉള്ളിലൊക്കെ നിറയ്ക്കുക. നമ്മൾ ലബൂബ് ഉണ്ടാക്കുന്ന സമയത്ത് ചെവി വേറെ ആയിട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ചെവി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെവിയുടെ ഉള്ളിലേക്കൊക്കെ ഞാൻ കുത്തി നിറയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പേപ്പർ. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സാഹസികമായൊരു പരിപാടിയായിരുന്നു അത്. അവസാനം ഞാൻ അങ്ങനെയൊക്കെ അത് കുത്തി കയറ്റി ഫുള്ളാക്കിയിട്ട് ആ ലാസ്റ്റ് സ്പേസ് കൂടെ നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കുട്ടിയെ ഞെക്കി സന്തോഷം കണ്ടെത്തായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളത് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ചെവിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ചെവിയായിരുന്നു കേട്ടോ. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാ നമ്മുടെ കുറോമി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമ്മുടെ ലബൂബ് കുട്ടൻ്റെ ഒരു കൂട്ടായിട്ട് നമ്മളൊരു കൂട്ടുകാരി കൊടുത്തിരിക്കുകയാണ്. കുട്ടനല്ല, കുട്ടിയാണ്. ആരായാലും ഫ്രണ്ടിനെ കിട്ടിയില്ലേ. അപ്പോൾ അവൻ്റെ ബോറടി മാറി, നമ്മളുടെ ബോറടി മാറ്റാനും ഒരു വഴിയായി. അപ്പോൾ ഇതാ ഇവ രണ്ടാളും ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ.